ഗവൺമെന്റ് പ്രഖ്യാപിച്ച 25 ബില്യൺ പൗണ്ടിന്റെ നാഷണൽ ഇൻഷുറൻസ് വേട്ട അടിസ്ഥാനപരമായി ജനങ്ങളുടെ തലയിൽ വന്നു വീഴുന്നു. പകുതിയിലേറെ ബ്രിട്ടീഷ് ബിസിനസ്സുകളും വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നടത്തിയ സർവേ വെളിപ്പെടുത്തുന്നത്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിച്ച ചാൻസലറുടെ നടപടിയെ കൈകാര്യം ചെയ്യാൻ സ്ഥാപനങ്ങൾ ഈ മാർഗം തേടുകയാണ്. ഞെട്ടിക്കുന്ന നിരക്ക് വർധനവ് ഉപഭോക്താക്കളിലേക്ക് അധികം കൈമാറാതിരിക്കാൻ റിക്രൂട്ട്മെന്റ് നിക്ഷേപ പദ്ധതികൾ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് മാർക്സ് ആൻഡ് സ്പെൻസർ മേധാവി വെളിപ്പെടുത്തി. സാമ്പത്തിക അനിശ്ചിതാവസ്ഥയാണ് മുന്നിലുള്ളതെന്ന മുന്നറിയിപ്പുകൾ വന്നതോടെ എം&എസ് ഉൾപ്പെടെയുള്ള റീറ്റെയിലർമാരുടെ ഓഹരികൾ ഇന്നലെ താഴ്ന്നു. 2000 സ്ഥാപനങ്ങളിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ സർവേ കഴിഞ്ഞ മാസം നടന്നത്. നാഷണൽ ഇൻഷുറൻസ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ വില വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി 54% പേർ വെളിപ്പെടുത്തി. അതേസമയം 41% എംപ്ലോയർമാർ ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാനും ആലോചിക്കുന്നു. ജീവനക്കാരുടെ ശമ്പളത്തെ ഒരു തരത്തിലും NI വർധനവ് ബാധിക്കില്ല എന്ന് ചാൻസലർ റേച്ചൽ റിവ്സ് അവകാശപ്പെടുമ്പോഴാണ് ഈ അവസ്ഥ. ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്ന് 53% സ്ഥാപനങ്ങളും ലാഭത്തെ ബാധിക്കുമെന്ന് 64% എംപ്ലോയർമാരും സർവേയിൽ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അവതരിപ്പിച്ച തന്റെ ആദ്യ ബജറ്റിലാണ് നാഷണൽ ഇൻഷുറൻസ് എംപ്ലോയർ റേറ്റ് 13.9% നിന്നും 15% ഉയർത്തി ചാൻസലർ ബിസിനസ്സുകളെ ഞെട്ടിച്ചത്. ഇതോടെ ചെറുകിട ബിസിനസ്സുകളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായി. ഒപ്പം തൊഴിലാളികളും വെട്ടിക്കുറയ്ക്കപ്പെടുമെന്നത് തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.